സൗദി അറേബ്യ ഇന്ത്യക്കാർക്കുള്ള വിസ നയം മാറ്റി എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 14 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കാണ് സൗദി അറേബ്യ വിസ നയങ്ങൾ മാറ്റിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഹജ്ജ് തീർത്ഥാടന വേളയിൽ കൊടും ചൂട് കാരണം ധാരാളം ആൾക്കാർ അവിടെ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇത്തവണയും ഹജ്ജ് തീർത്ഥാടനത്തിൽ അഭൂതപൂർവമായ തിരക്ക് കണക്കിലെടുത്താണ് സൗദി അറേബ്യ ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഒന്നിലധികം വിസ നൽകണ്ട എന്നാണ് സൗദി അറേബ്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് നിരോധിച്ചിരിക്കുകയാണ്. ഇനി മുതൽ സിംഗിൾ എൻട്രികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫെബ്രുവരി 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഒന്നിലധികം വിസകൾ പ്രയോജനപ്പെടുത്തി അനുചിതമായ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നവർക്ക് ഇനി 8ന്റെ പണി കിട്ടും എന്നുകൂടെ നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുക. കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഹജ്ജ് തീർത്ഥാടനം എന്ന് പറഞ്ഞു വന്ന് സൗദി അറേബ്യയിൽ പിന്നീട് പിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണാനായി സാധിക്കുന്നത്. ഇവരെല്ലാം പിടികൂടുന്നുണ്ട് സൗദി അറേബ്യ എന്ന് മനസ്സിലാക്കിയിരിക്കുക. 14 രാജ്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, ജോർദാൻ, മൊറോക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, സുഡാൻ, യമൻ, ബംഗ്ലാദേശ് തുടങ്ങിയ 14 രാജ്യങ്ങൾക്കാണ് സൗദി സർക്കാർ ഒന്നിലധികം വിസ നിരോധിച്ചിരിക്കുന്നത്. ഇന്ത്യ ഒഴികെയുള്ള മിക്ക രാജ്യങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളാണ്, മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളാണ്. എന്നിരുന്നാലും ഇന്ത്യയിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഹജ്ജ് തീർത്ഥാടനത്തിനായി സൗദി അറേബ്യയിലേക്ക് പോകുന്നതിനാൽ ഇതിനെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നും വളരെ വലിയ ഒരു ജനസംഖ്യയാണ് അങ്ങോട്ടേക്ക് സൗദിയിലേക്ക് തീർത്ഥാടനത്തിനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയിലുള്ള ആളുകൾ ഹജ്ജ് സമയത്ത് ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ നിയമവിരുദ്ധമായി ഹജ്ജ് നിർവഹിക്കുന്നു എന്നും ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു വിഷയം നടക്കുന്നുണ്ട്. ഇത് മക്കയിലെ തിരക്ക് വർദ്ധിപ്പിക്കുകയും ഹജ്ജ് തീർത്ഥാടനത്തിലുള്ള ക്രമീകരണങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹജ്ജ് തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് വിസ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുന്നത്. സിംഗിൾ എൻട്രി വിസ ഉപയോഗിച്ച് ഒരാൾക്ക് ഒരു തവണ മാത്രമേ രാജ്യത്ത് പ്രവേശിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതേസമയം മൾട്ടിപ്പിൾ എൻട്രി വിസ എന്നത് വിസ ഉടമയ്ക്ക് ആ രാജ്യം ഒന്നിലധികം തവണ സന്ദർശിക്കാനുള്ള അനുവാദവും നൽകുന്നുണ്ട്. വിസ നിയമങ്ങളിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ ഇതാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഒറ്റ പ്രവേശന വിസയ്ക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. ഈ വിസയ്ക്ക് 30 ദിവസത്തെ സാധുതയാണ് ഉണ്ടായിരിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് പരമാവധി 30 ദിവസം വരെ സൗദിയിൽ തങ്ങാൻ കഴിയും. എന്നിരുന്നാലും ഈ മാറ്റം ഹജ്ജ്, ഉംറ, നയതന്ത്ര, റെസിഡൻസി വിസകൾക്ക് ബാധകമായിരിക്കില്ല എന്നുള്ളതാണ്. ഒന്നിലധികം വിസ എൻട്രികൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് സൗദി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ചില വിനോദസഞ്ചാരികൾ ദീർഘകാല വിസയിൽ രാജ്യത്ത് വരികയും പിന്നീട് ഹജ്ജ് നിർവഹിക്കുന്നതിനോ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നതിനോ വേണ്ടി അനധികൃതമായി കുറച്ച് സമയത്തേക്ക് കൂടി തങ്ങുന്നതായിട്ടുള്ള നീക്കം നടക്കുന്നുണ്ട്. അതുമൂലം ഈ സിസ്റ്റത്തെ സാരമായി തകർക്കുന്ന രീതിയാണ് അവർ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സൗദിയിൽ ഹജ്ജ് വലിയ തിരക്കാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ആ തിരക്ക് നിയന്ത്രിക്കാനും ഇപ്പോൾ സൗദിയിലെ ഭരണകൂടം വളരെ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.